തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ്. ഒരു കോൺട്രവേഴ്സ്യൽ പോയിന്റുമായി തോന്നുന്നില്ലേ? ഒരു ഡൈക്കോട്ടമി, ഒരു വിരോധാഭാസം ഇല്ലേ? They should not be forgiven. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അവർ കണ്ടിട്ടും അവ പറയണം, എന്തുകൊണ്ടാണ് ഈ ഉപമകളിലൂടെ സംസാരിക്കണമെന്നാണ് ഇവർ ചോദിച്ചത്. ഉപമകളിലൂടെ സംസാരിക്കുന്നതിന്റെ അർത്ഥം, ആവശ്യം, ദൈവരാജ്യത്തിന്റെ രഹസ്യം അവർക്ക് മനസ്സിലാക്കരുത്. എന്നാൽ നിങ്ങൾക്ക് അപ്പസ്തോലന്മാർക്ക് കുറച്ചു പേർക്ക് ഇത് മനസ്സിലാക്കാനുള്ള വരം നൽകിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഇപ്പോ നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കാനുള്ള വരം കിട്ടിയിരിക്കുന്നവരാണ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കണം. ഇത് പെട്ടെന്ന് മനസ്സിലാക്കി തരാം, ശ്രദ്ധിക്കണമല്ല. യേശു പരസ്യ ജീവിതം ആരംഭിച്ചതും യേശു വന്നതും എന്തിനു വേണ്ടിയാണ്? എല്ലാവരും രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്, അല്ലേ? എല്ലാവരുടെയും പാപം ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. ഒന്ന് കൈവീശി കാണിച്ചെല്ലാവരും. ഓക്കെ, ഐ വാണ്ട് ടു മേക്ക് ഷുവർ യു ആർ awake. കാരണം നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായോ? യേശു വന്നത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ എങ്ങനെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുക? എങ്ങനെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുക? എങ്ങനെയാണ് എല്ലാവരെയും യേശു രക്ഷിക്കുക? കുരിശുമരണത്തിലൂടെ. കണ്ടോ? കുരിശുമരണത്തിലൂടെ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പീഠാസഹനവും മരണവും ഉത്ഥാനത്തിലൂടെ യേശു മനുഷ്യന്റെ പാപങ്ങൾ തന്റെ ശരീരത്തിൽ വഹിച്ച് ആ പാപത്തെ കൊല്ലുന്നു. എങ്ങനെ കൊല്ലുന്നു? തന്റെ ശരീരത്തെ ക്രൂശിച്ചുകൊണ്ട്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ പാപത്തെ യേശു ക്രൂശിക്കുന്നു. ആ ക്രൂശിച്ച് മരിച്ച യേശു ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ഇങ്ങനെയുള്ള, അപ്പോ ഇതാണല്ലോ നമ്മുടെ വിഷയം ഈ ബൈബിൾ കാലത്ത്. 3 കാര്യമാണ്: പീഡാസഹനം, മരണം, ഉത്ഥാനം. ഈ 3 രഹസ്യങ്ങൾ ഈ സംഭവത്തിലൂടെ യേശു ലോകം മുഴുവന്റെയും പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വിമോചനം നൽകുന്നു, അവർക്ക് ഫർഗീവ്നെസ് നൽകുന്നു. അപ്പോൾ ഇപ്പോ ഈ 3 വർഷത്തെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഇത് സംഭവിക്കുമോ? അപ്പോൾ ഇത് സംഭവിക്കുന്നില്ലല്ലോ, ഇല്ലേ? എപ്പോഴാണ് സംഭവിക്കുന്നത്? യേശുവിന്റെ പരസ്യ ജീവിതം കഴിഞ്ഞ് യേശുവിന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനത്തിന് ശേഷം മാത്രമേ യേശുവിനെ എല്ലാവരുടെയും പാപത്തെ ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഈ പരസ്യ ജീവിത സമയത്ത്, ഈ പരസ്യ പ്രഘോഷണം നടക്കുന്ന സമയത്ത് എല്ലാവരും കൂടി യേശുവിന്റെ അടുത്ത് വരാണെങ്കിൽ യേശുവിന് പറ്റുമോ? യേശുവിന് പാപം ക്ഷമിക്കാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റിയേക്കും, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ദ പ്ലാൻ ഓഫ് ഗോഡ്, അല്ലേ? യേശുവിനെ എല്ലാവരുടെയും പാപം ക്ഷമിക്കണമെങ്കിൽ ആ പാപം യേശുവിന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് പീഡ സഹിച്ച് ആ പാപത്തെ മരിപ്പിക്കണം. പാപത്തെ തന്റെ ശരീരത്തിൽ മരിപ്പിക്കണം. അതായിരുന്നു യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ രഹസ്യം. യേശുവിന്റെ പരസ്യ ജീവിതത്തിലെ രഹസ്യം അന്ന് യേശുവിനെ ഇത് ചെയ്യുക സാധ്യമല്ല. അതുകൊണ്ട് ആ പരസ്യ ജീവിത കാലത്ത് യേശു ആരും ഞാനാണ് മിശിഹ എന്ന് അറിയരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ മനസ്സ് തിരിഞ്ഞ് ഇപ്പോ എന്റെ അടുത്തേക്ക് അവർ വരരുത്. എപ്പോ വരണം?
അവർ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും കഴിഞ്ഞിട്ട് വരണം. പക്ഷെ കഴിഞ്ഞിട്ട് വരുമ്പോ ഈശോ അവിടെ ഇല്ല. ഈശോ ഉണ്ടോ? ഈശോ സ്വർഗാരോഹണം ചെയ്തു. അപ്പൊ പിന്നെ ആരുടെ അടുത്തേക്ക് വരുമല്ലോ? അപ്പൊ ആരുടെ അടുത്തേക്ക് വരണം? അപ്പോഴാണ് നമ്മളുടെ അടുത്തേക്ക് വരണവർ, യേശുവിൽ വിശ്വസിക്കുന്ന. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളെല്ലാവരും എന്റെ ശാഖകൾ. ഈ മുന്തിരിച്ചെടിയുടെ പ്രത്യേകത മനസ്സിലാക്കുന്നതല്ല. നമ്മൾ മുന്തിരി ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്, മുന്തിരിച്ചെടിയും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ എന്തുകൊണ്ടാണ് ഈ മുന്തിരിച്ചെടിയെ യേശു ഒരു ഉപമയായിട്ട് എടുക്കുന്നത്? വേറെ എന്തോരം ചെടികളുണ്ട്. യേശു പറഞ്ഞു, നീ ഒരു പ്ലാവ് പോലെയാണ് ഞാൻ എന്ന് പറയുന്നില്ലേ നമ്മളുടെയൊക്കെ മനസ്സിലാക്കാൻ. പ്ലാവിന്റെ എന്താ പ്രത്യേകത? ചക്ക തായ്തണ്ടിലും തടിയിലും വേരിലും ചക്ക ഉണ്ടാവില്ലേ? എന്നാൽ മുന്തിരിയിൽ ശാഖകളിൽ മാത്രമേ മുന്തിരി ഉണ്ടാകൂ. മുന്തിരിച്ചെടിയുടെ ആ മെയിൻ സ്റ്റെമ്മിൽ മുന്തിരി ഉണ്ടായില്ല. അതാണ് ബൊട്ടാനിക്കൽ ഫാക്ട്. മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിൽ നിങ്ങളിരുന്നോ, അവരവിടെ കളിച്ചോട്ടെ. കുറച്ച് നേരം കഴിയുമ്പോ അവർ തളരും. തളരും കുറച്ച്. അപ്പൊ മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിൽ, അഥവാ മെയിൻ സ്റ്റെമ്മിൽ ഒരിക്കലും മുന്തിരി ഉണ്ടാകില്ല. ശാഖയിൽ മാത്രമേ മുന്തിരി ഉണ്ടാകൂ. അപ്പൊ ഇതിനെ നമ്മൾ ഒരു പ്രോഫറ്റിക് ആയിട്ട് മനസ്സിലാക്കണം. ഈശോ അന്ത്യകാലത്ത് കഴിഞ്ഞ് കുരിശിന്റെ അല്ലെങ്കിൽ ആ പീഡാസനത്തിലേക്ക് പോകുമ്പോൾ പറയുകയാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളെല്ലാം എന്റെ. ശ്രദ്ധിക്കണം, അതായത് ഈ രക്ഷാകര പദ്ധതി ഈ പ്രപഞ്ചത്തിൽ നടപ്പാകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല. യേശുവാകുന്ന ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ തായ്തണ്ട് മാത്രമാണ്. എനിക്ക് ശാഖകളിലൂടെ മാത്രമേ ഫലം പുറപ്പെടുകയുള്ളൂ. അതായത് ഉത്ഥാനം, പീഡ സഹിച്ച് പീഡാസനത്തിലൂടെ പാപം ഏറ്റെടുത്ത് പാപത്തെ ഞാൻ നശിപ്പിച്ച് ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ട് ആ ഉയർപ്പിന്റെ ശക്തി നിങ്ങൾ എല്ലാവരിലേക്കും പ്രവഹിക്കും. ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോകും. ദൃശ്യമായിട്ട് ഞാൻ അവിടെ ഉണ്ടാവില്ല, എന്നാൽ അദൃശ്യമായിട്ട് ഞാൻ നിങ്ങൾ എല്ലാവരിലും ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ചെയ്യും. യോഹന്നാൻ 14:12. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? യേശു ചെയ്ത പ്രവൃത്തികളെല്ലാം. എന്തിനാ? യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് ചെയ്തതും തന്റെ ഉത്ഥാനത്തിന് ശേഷം ചെയ്തതും ഇനി ചെയ്യാൻ ഈ ലോകത്തിൽ നമ്മളാണുള്ളത്. യേശുവിന്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ യേശുവിന്റെ സാന്നിധ്യം നമ്മളിൽ ആരും കാണില്ല, നമ്മളിലൂടെ അത് കാണും. ഒന്ന് നോക്കി, എന്തൊരു വലിയ ഒരു രഹസ്യമാണ്, എന്തൊരു വലിയ ഒരു വിളിയാണ് നമ്മുടെ. അപ്പൊ ഓരോ ക്രിസ്ത്യാനിയും മറ്റൊരു ക്രിസ്തുവാണ്. മറ്റൊരു ക്രിസ്തു. തായ്തണ്ടും ശാഖയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ആ തായ്തണ്ടിൽ നിന്നും ശാഖയിലെ വന്നു. അത് തമ്മിലുള്ള ജോയിന്റ് എന്തെല്ലാം തായ്തണ്ടിൽ ഒഴുകുന്നുവോ അതെല്ലാം ശാഖയിൽ ഒഴുകുന്നുണ്ടോ ഇല്ലയോ? ഒഴുകുന്നുണ്ടോ? അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. മാമോദീസായിലൂടെയും സ്ഥൈര്യലേഖനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഉണ്ടോ? നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം, നമ്മെ ജീവിപ്പിക്കുന്ന എന്ന് ബൈബിളിൽ എവിടെയെല്ലാം ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ജീവിതത്തെ കുറിച്ചല്ല,
നിത്യജീവനെ കുറിച്ചാണ് പറയുന്നത്. ദൈവം നമ്മൾക്ക് തരുന്ന ജീവൻ അതാണ്. 1 കൊരിന്ത്യർ 15-19 വചനത്തിൽ പറയുന്നുണ്ട്. അത് കേട്ടാൽ ഷോക്കടിക്കും. എന്താ പറയുന്നത്? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 19 വചനത്തിൽ പറയുന്നത് ഇതാണ്: ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യവാന്മാരാണ്. എല്ലാവരും പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം. എല്ലാവരും പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാൾ അതാണ്. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അപ്പൊ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ക്രിസ്തു. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ 80, 90, 100 വയസ്സ് വരെ ജീവിക്കുമായിരിക്കും, അല്ലെ? പക്ഷേ ഈ 100 വയസ്സ് ജീവിതത്തിന് ശേഷം നമുക്ക് അനന്തമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ ഇവിടെ വെച്ച് തന്നെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ തന്നെ നമ്മൾ നിത്യജീവനിൽ ആരംഭിച്ചിരിക്കുന്നു. ആ നിത്യജീവൻ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിലും അതിനുശേഷമുള്ള അനന്തമായ ജീവിതമാണ്. ആ നിത്യജീവനാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് പല സ്ഥലത്ത് ഈശോ പറഞ്ഞു, ഗോതമ്പ് മണി കഴിയുമ്പോൾ അത് ധാരാളം ഫലം പുറപ്പെടും. നമ്മുടെ ജീവിതം ഇവിടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ ഒരു ഗോതമ്പ് മണി പോലെയാണ്. എന്നാൽ ഈ ഗോതമ്പ് മണി നമ്മൾ മരിക്കുമ്പോൾ അഴുകുന്നു. അത് കഴിഞ്ഞിട്ട് അത് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതമായി മാറുന്നു നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം. എന്നാൽ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ആ ഗോതമ്പ് മണി ശരിക്കും ഒരു വിത്ത് തന്നെ ആയിരിക്കണം. അത് പതിരാണെങ്കിലോ കേട്ടോ. സ്നാപകയോഹന്നാന്റെ പ്രസംഗം 2-3 ലൈനെ പറഞ്ഞു. സ്നാപകയോഹന്നാൻ പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവന്റെ മനസ്സിലായി? ജൂതയുടെ പീത്ത പോലും അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. അവൻ എന്നിട്ട് പറയുന്ന 2 കാര്യമാണ്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്തും. അതാണ് നമ്മുടെ മാമോദീസ. നമ്മൾ ക്രിസ്ത്യാനിയാണ്. ഇനി അവിടെ ഒറ്റ ചാട്ടമാണ് യോഹന്നാൻ മോഹൻ. എവിടേക്കാ പോകുന്നത്? വീശുമുറം അവന്റെ കയ്യിലുണ്ട്. നല്ല ഉദാഹരണമാണ്. നമുക്കെല്ലാം പരിചയമാണ് വീശുമുറം, ഇല്ലേ? എന്തോ ഒരു ഉപമകളാണ്. നോക്കി, എന്താ വീശുമുറം? നമ്മള് വലിച്ച് എല്ല് പതിരും വേർതിരിക്കുന്നതിന് കാറ്റുന്നുണ്ടല്ലോ. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി വിത്തും പതിരും വേർതിരിക്കും. ഇനി പതിരിന് വിത്താകാൻ പറ്റും, വിത്തിന് പതിരാകാൻ പറ്റും. അപ്പോ ഈ യേശുവിൽ മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ അവൻ ഓൾറെഡി ഒരു വിത്താണവൻ. അവന് പതിരാകാൻ പറ്റുമോ? അവന്റെ ഉള്ളിൽ ആരുണ്ട്? യേശുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവന് പതിരാകാൻ പറ്റുമോ? വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു മനോഹാരിത, യോഹന്നാൻ പാപം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്നതിനെയാണ് പാപം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും. ജോൺ ചാപ്റ്റർ 16:8. എന്താ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ ഒരു കാര്യം ബോധ്യപ്പെടുത്തും. എന്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്തും? പാപത്തെ കുറിച്ചും
നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. എന്നിട്ട് എടുത്തു പറയാം പാപത്തെക്കുറിച്ച്, എന്തെന്നാൽ നിങ്ങൾ അവനിൽ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് പാപത്തെക്കുറിച്ച്. ഇത് നമ്മളെ സംബന്ധിച്ച് ബാധകമല്ല, നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അന്ന് യോഹന്നാന്റെ മാമോദീസ സ്വീകരിച്ച പാപികളും ചുങ്കക്കാരും യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ യോഹന്നാന്റെ മാമോദീസ സ്വീകരിക്കാതിരുന്ന ഫരിസേയരും യഹൂദരും അവർ യേശുവിൽ വിശ്വസിക്കുന്നില്ല. ആ യേശുവിൽ വിശ്വസിക്കാതെയാണ് പ്രധാന പാപം. വിശ്വസിക്കുന്നവനെ അവന്റെ പാപം ആരെ ഏറ്റെടുക്കും? യേശു ഏറ്റെടുക്കും. മനസ്സിലായോ? യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപം ആരെ ഏറ്റെടുക്കും? ഇപ്പൊ ഫസ്റ്റിനെ നമ്മള് കരുണയുടെ കൊന്തം ചെയ്തു. എന്താ കരുണ എന്ന് പറഞ്ഞാൽ? കരുണ എന്ന് പറഞ്ഞാൽ എന്താ? കരുണ എന്ന് പറഞ്ഞാൽ എന്താ? കരുണ കൃപയല്ല. കരുണ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചുകൂടി എന്താ നമ്മൾ അതിന് ഉദ്ദേശിക്കുന്നത്? കരുണ എന്ന് പറഞ്ഞാൽ